ഹായ് ഗൈസ്. ഇന്നത്തെ നമ്മളെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയിലോട്ട് പോകണം. കമ്പനിയിൽ നിന്ന് ഒരു ലോഡ് കയറി പോകാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മൾ നേരെ ബൈക്ക് കൊടുത്ത് കമ്പനിയിലോട്ട് വിട്ട്. അപ്പോൾ ഇതാണ് നമ്മളെ കമ്പനി. ഞാനിവിടെ എത്തിയപ്പോഴത്തേക്കിന് ലോഡൊക്കെ ഓൾമോസ്റ്റ് ഒരു കയറ്റി കഴിയാനായിട്ടുണ്ട്. ആ ബ്ലാക്ക് ഷർട്ട് ഇട്ടിരിക്കുന്നതാണ് എൻ്റെ കാക്ക. അവനങ്ങനെ വെറുതെ ഒക്കെ നിങ്ങൾ നോക്കണ്ട. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് ഒടുക്കത്തെ പ്ലാനിങ്ങാണ്. ആ പ്ലാനിങ് കൊണ്ടാണ് പിക്കപ്പിൽ പോകേണ്ട സാധനം അവന് G2 കയറ്റിവിടാന്ന് പറഞ്ഞത്. 7 സീറ്റിൻ്റെ 2 സെറ്റ് സോഫയും 10 ചെയറും എന്താക്കി അവൻ അതിൽ ലോഡാക്കി. അതെല്ലാം കഴിഞ്ഞ് കുറച്ചേരം ലാമിനെയും കളിപ്പിച്ച് അനിയന്മാരെയും വിളിച്ച് നേരെ നമ്മൾ സൈറ്റിലോട്ട് വിട്ട്. ഇന്നലെ അത്യാവശ്യം നല്ല മഴയായതുകൊണ്ട് എല്ലാ ഭാഗത്തും ഓൾമോസ്റ്റ് വെള്ളം കയറി തുടങ്ങിയിട്ട്, അതുകൊണ്ട് നമ്മൾ സൈറ്റിലോട്ട് വണ്ടി പോകാമെന്ന് പറഞ്ഞ് ക്ലൈൻറ്റ് വിളിച്ച്. ക്ലൈൻറ്റിന് വണ്ടിയിൽ നിന്ന് കാറ്റലോഗും കാണിച്ചു കൊടുത്ത്. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് നമ്മൾ സ്പീഡാക്കി വീട്ടിലോട്ട് പോയി ഒന്ന് കുളിച്ച് സെറ്റായി. വെള്ളിയാഴ്ച പള്ളിയിലോട്ട് വെള്ളം ഇടലൊരു സുന്നത്തുള്ള പരിപാടിയാണല്ലോ. അങ്ങനെ നമ്മൾ വെള്ള പേൻറ്റും ഒഴിച്ചേറ്റി പള്ളിയിലോട്ട് പോയി. അങ്ങനെ പള്ളിയെല്ലാം കഴിഞ്ഞ് വരുമ്പോണ്ട് മുണ്ടും മടക്കി കുത്തി റിഫാനോട് തള്ളിയേക്കുന്ന നമ്മൾ അറച്ചി. അങ്ങനെ ഓനെയും കിട്ടും അവൻ്റെ പുറകെ കൊണ്ടാക്കിയിട്ട് അങ്ങനെ ഞാനും ഷിയാജും കൂടെ കൽപ്പറ്റയ്ക്ക് പോയി. പാർസലെല്ലാം എടുത്ത് വണ്ടി വെക്കുമ്പോൾ ഓണാകുന്നില്ല. പിന്നെ റീസ്റ്റാർട്ടെല്ലാം കൊടുത്ത് കുറച്ച് നേരം മഴ എത്തിരുന്ന് ബാങ്കിൽ കയറി കാത്തുക്കാൻ മേടിച്ചിട്ട് നമ്മൾ CDM കയറി പൈസ വിട്ട്. ഇനി അടുത്ത പരിപാടി ഫുഡ് കഴിക്കലാണ്. അങ്ങനെ അലിബാബയിൽ പോയി നമ്മൾ കുറച്ചേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഓർഡർ ചെയ്ത ബർഗറും കോഫി എത്തി. അതും കഴിച്ച് പോരെ പോയി ഉപ്പാനിക്കാക്കാനെയും കൂട്ടി കമ്പനിയിൽ പോയി നാളെ ഡെലിവറി കൊടുക്കാനുള്ള സോഫയൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഞാൻ ആടുന്ന് ഇങ്ങോട്ട് ഇറങ്ങി. ആടുന്ന് നേരെ പിന്നെ കമ്പളക്കാട് പോയി നമ്മളെ ചെക്കന്മാരെയൊക്കെ ഒന്ന് കണ്ട്. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നോക്കുമ്പോൾ നിസാമിൻ്റെ അടുത്ത് പെൻസിൻ്റെ ചായയും മേടിച്ച് നീ അത് അതിൻ്റെ സ്വിച്ചെല്ലാം പിടിച്ച് നോക്കിയിട്ട് അത് അടയ്ക്കാൻ പോകുന്നൊരു ഷോയാണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മൾ ഹൈപ്പറിൻ്റെ തൊട്ടപ്പുറത്ത് സാഹിത്യോത്സവം നടക്കുന്നുണ്ട്. പിന്നെ ആടെ കുറച്ച് നേരം നിന്ന് അതെല്ലാം കണ്ട് നേരെ പോരയിലേക്ക് അങ്ങ് പോയി. ബാക്കി നാളെ.